ഹായ് ഡിയേഴ്സ്, നമ്മുടെ ട്രഡീഷണലായ മുട്ടപ്പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ മുട്ടപ്പത്തിരി തയ്യാറാക്കുമ്പോൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കാറ്. ഞാൻ അങ്ങനെ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നൊരു വീഡിയോ ഞാനിവിടെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നമ്മൾ അരി വെള്ളത്തിലിട്ടാൻ മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് വെള്ളം ഞാനിവിടെ 1.5 കപ്പ് പത്തിരിപ്പൊടിക്കാണ് കേട്ടോ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഈ 2 കപ്പ് വെള്ളത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അരിയുടെ ചോറും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി എത്രയാണ് എടുക്കണതെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു അര കപ്പ് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണം. എന്നാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളവും 1 കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പപ്പടം ഒരു വലിയ പപ്പടമാണ്, അതുകൊണ്ട് തന്നെ ഒരു 3 പപ്പടം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പപ്പടമൊക്കെ ആണെങ്കിൽ ഒരു 4 പപ്പടമൊക്കെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുട്ടയാണ്. മുട്ടപ്പത്തിരി എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം മുൻപ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് മുട്ടപ്പത്തിരി എന്ന് പറയുന്നുണ്ട്, ഇതിലെവിടെ മുട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട തന്നെയാണ് മുട്ടപ്പത്തിരിക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് അരിയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും നമ്മളിപ്പോൾ അളക്കാതെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായി കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ അളന്നെടുക്കാൻ നോക്കുക. ഇപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം, അതേപോലെ തന്നെ 1 കപ്പ് ചോറ്, ആ ഒരു ലെവലിൽ എടുക്കാൻ നോക്കുക. ഇനി നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും മൂടി വയ്ക്കാൻ നോക്കുക. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് പൊളച്ച് വരും. 10 മിനിറ്റിനേക്കാളും കൂടുതൽ സമയമൊന്നും ഇത് വെക്കണ്ട കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. നമ്മൾ ഒരു പരന്ന പാനൊക്കെയാണ് എടുത്തിട്ട് നമ്മളിതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് മുട്ടപ്പത്തിരി ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ മുട്ടപ്പത്തിരി ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുഴിവുള്ള ഒരു അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോ തവിയും മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാനായിട്ട്. മാവ് കോരി ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ കോരി ഒഴിക്കേണ്ട, ഒരു തവി മാവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കോരി ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ പൊളച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. ഇത് ഒരു തവണ മാത്രം മറിച്ചിട്ടാൽ മതി, 2-3 തവണ മറിച്ചിട്ടിട്ട് കോരിയെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഭാഗം റെഡിയായി എന്ന് കണ്ടാൽ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.